ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ചില സമയങ്ങളിൽ നമ്മുടെ ദൈവകൃപ നഷ്ടപ്പെടുന്ന മേഖലകളെ നാം തിരിച്ചറിയാറേയില്ല. നാം സാധാരണമെന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന ചില സ്നേഹബന്ധങ്ങൾ, സൗഹൃദങ്ങൾ, ഇതൊക്കെ നമ്മുടെ ആത്മീക മുന്നേറ്റത്തെ തടയും. തിരുവചനത്തിൻ്റെ അകത്തുനിന്ന് ഞാൻ ചില ഭാഗങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. കൂട്ടുകെട്ട് നിമിത്തമായി ആത്മീക ജീവിതം തകർന്നുപോയ ഒത്തിരി പേരെ എനിക്കറിയാം. ശക്തമായി ആത്മീക ശുശ്രൂഷകളിൽ പോലും ഉപയോഗിക്കപ്പെടേണ്ടവർ ചിലരുടെ വാക്കുകൾ നിമിത്തമായി, സ്വാധീന നിമിത്തമായി പ്രാർത്ഥിച്ചു മുന്നോട്ട് പോകാൻ കഴിയാതെ, ആത്മീക ജീവിതം നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിയാതെ വല്ലാത്ത അവസ്ഥയിൽ ആയിപ്പോയത് കണ്ടിട്ടുണ്ട്. ഇത് വെറുതെ പറയുന്ന ഒരു കാര്യമല്ല. വളരെ ഗൗരവമായി നാം ഈ ഒരു കാര്യത്തെ മനസ്സിലാക്കണം. അതിൻ്റെ അർത്ഥം സ്നേഹബന്ധം വേണ്ടാന്നോ ആരുമായിട്ട് സഹകരിക്കണ്ടെന്നോ ഒന്നുമല്ല. ഞാൻ എല്ലാ തരത്തിലുള്ള ആളുകളുമായി സഹകരിക്കുന്ന ഒരാളാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ മതവിഭാഗക്കാരും അല്ലെങ്കിൽ എല്ലാ സൊസൈറ്റിയുടെ എല്ലാ ഭാഗത്തു നിന്നും വരുന്ന ആളുകളും അവരുമായിട്ടെല്ലാം ഹൃദ്യമായ ഒരു സ്നേഹബന്ധം എനിക്കുണ്ട്. പക്ഷേ എൻ്റെ ആത്മീക ജീവിതത്തിൻ്റെ അകത്ത് ഞാൻ വെച്ചിട്ടുള്ള ചില അതിർവരമ്പുകളുണ്ട്. അതിനപ്പുറത്തേക്ക് ഞാൻ പോകാറില്ല. ഞാൻ ഈ ഒരു ഭാഗം മുഴുവനും പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. 26 സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ വ്യർത്ഥന്മാരുടെ അടുക്കൽ ഇരുന്നിട്ടില്ല, കപടക്കാരുടെ അടുക്കൽ ചെന്നിട്ടുമില്ല. അടുത്തത്, ദുഷ്പ്രവർത്തിക്കാരുടെ സംഘത്തെ ഞാൻ പകച്ചിരിക്കുന്നു, ദുഷ്ടന്മാരോടുകൂടെ ഞാൻ ഇരിക്കുകയുമില്ല. നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത് 26 സങ്കീർത്തനമാണ്. എന്നാൽ സാധാരണ ഉള്ളതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ ഒരു സങ്കീർത്തനത്തെ ഓരോ വാക്യങ്ങളും എടുത്ത് സങ്കീർത്തനത്തിൽ നിന്ന് പ്രബോധിപ്പിക്കുന്നതിന് പകരമായിട്ട് കുറച്ച് വ്യത്യസ്തമായ നിലയിലാണ് ഇന്നത്തെ ഈ ഒരു ആത്മീക ശുശ്രൂഷ പോകുന്നത്. നിങ്ങളത് ശ്രദ്ധിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഈ ഒരു സങ്കീർത്തനത്തിൻ്റെ ആരംഭത്തിലും അവസാനത്തിലും ദാവീദ് ഉപയോഗിച്ചിരിക്കുന്ന 2 വാക്കുകളാണ്, ഞാൻ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു, ഞാൻ ഇളകാതെ യഹോവയിൽ ആശ്രയിക്കുന്നു. ഈ ഒരു വാക്ക് ആദ്യവും ഈ സങ്കീർത്തനത്തിന്റെ അവസാനവും ഉപയോഗിച്ചിട്ടുണ്ട്. എന്നിട്ട് ദൈവത്തോട് പറയുകയാണ്, എന്നെ ഒന്ന് ശോധന ചെയ്യുക, എന്നെ ഒന്ന് പരിശോധിക്കുക എന്നുള്ളത്. ഇനി ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് വളരെ തെറ്റിദ്ധാരണ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ്. കാരണം എനിക്കറിയാം അതിനുള്ള ഒരു സാധ്യതയുണ്ട്. അതവിടെ നിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പുതിയ നിയമത്തിലെ ഒരു 3 ഭാഗങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരികയാണ്. 3 ഭാഗങ്ങൾ. അതിൽ ഒന്നാമത്തേത് 1 കൊരിന്ത്യർ 15 അധ്യായം 30-31 ആ ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെ എഴുതിയിട്ടുള്ളത്, ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. മലയാളം വായിക്കുമ്പോൾ ചിലപ്പോൾ അത് മനസ്സിലാകില്ല. പക്ഷെ ഇംഗ്ലീഷ് ബൈബിളിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, ബാഡ് കമ്പനി ഓർ റോങ് കമ്പനി കറപ്റ്റ്സ് ഗുഡ് മോറൽ എന്ന് പറഞ്ഞാൽ, നല്ല സ്വഭാവമുള്ളവനെ തെറ്റായ കൂട്ടുകെട്ടുകൾ വഷളാക്കി കളയും എന്നുള്ളതാണ്. നമ്മുടെ കൂട്ടുകാരാരാണോ അതാണ് നമ്മുടെ ജീവിതം. ഞാനൊരു ചെറിയൊരു ഉദാഹരണത്തിലൂടെ നിങ്ങളോടത് പറയാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ ആ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നുള്ള ഒരാളാണ്. വളരെ ആത്മീകമായി ദൈവത്തിനു വേണ്ടി നിലകൊള്ളുന്ന ഒരു കുടുംബം. അവരുടെ ആ പെൺകുട്ടിയുടെ ആ ഒരു വിശുദ്ധ വിവാഹ ശുശ്രൂഷയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കെ ഏറ്റവും ഒടുവിൽ ആ ശുശ്രൂഷകളെല്ലാം കഴിഞ്ഞിട്ട് ഈ ഫോട്ടോ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഈ വരന്റെ അല്ലെങ്കിൽ ഈ മണവാളന്റെ സ്നേഹിതർ സ്റ്റേജിലേക്ക് വരാനായിട്ട് പറഞ്ഞു. ഇങ്ങനെ ഫോട്ടോകൾ ഇങ്ങനെ ഓരോരുത്തരുടെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. മണവാളന്റെ സ്നേഹിതര് ഒരു 25-30 പേര് സ്റ്റേജിലേക്ക് വന്നു. സ്റ്റേജിൽ അവർ ഫോട്ടോയ്ക്ക് നിന്നു. പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തൊരു ഞെട്ടലുണ്ടായത് മറ്റൊന്നുമല്ല, മണവാളന്റെ കൂട്ടുകാരെ കണ്ടിട്ടാണ്. ഈ 25-30 പേരെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഇവരെല്ലാം മദ്യപന്മാരാണെന്ന് എനിക്ക് മനസ്സിലായി, മദ്യപാനികളാണെന്ന് മനസ്സിലായി. കാരണം അവരുടെ ഭാവവും അവരുടെ രീതിയും അവരുടെ കണ്ണുകളും അവരുടെ നിപ്പും അവരുടെ വരവും കണ്ടപ്പോൾ അപ്പൊ ഞാൻ പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ചിന്തിച്ചു, കർത്താവേ, ഇതെന്താണ് ഈ കാണുന്നത്?
ഇതാണോ ഇവന്റെ കൂട്ടുകാർ? ഞാൻ ആരോടും പറഞ്ഞില്ല. ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ഫാമിലിയോട് മാത്രം ഈ കാര്യം പറഞ്ഞു. നിങ്ങൾക്കറിയുമോ എന്താണ് സംഭവിച്ചെന്ന്? കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ പ്രശ്നം തുടങ്ങി. ഇവൻ കടുത്ത മദ്യപാനിയാണെന്ന് മനസ്സിലായി. ഒരു വിധത്തിലും കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ പറ്റാത്ത സാഹചര്യത്തിലേക്കായി. എന്ന് പറഞ്ഞാൽ ഈ വിവാഹത്തിന് ശേഷമുള്ള നാളുകളിൽ ഈ പെൺകുട്ടിയെ അവൻ മർദ്ദിക്കാനായിട്ട് വരെ തുടങ്ങി. പിന്നീട് അധികം നാൾ ഈ ബന്ധം മുന്നോട്ട് പോയില്ല. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, ഒരാളുടെ കൂട്ടുകാരെ കണ്ടാൽ അറിയാം അവൻ ആരാണ് എന്നുള്ളത്. ഈ തെറ്റായ കൂട്ടുകെട്ടുകൾ നല്ല വ്യക്തികളെ പോലും ഇല്ലായ്മ ചെയ്യും. ഇത് അപ്പോസ്തലനായ പൗലോസ് കൊരിന്തി ലേഖനത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അവിടെ പുനരുദ്ധാനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യത്തിന്റെ ഇടയ്ക്കാണ് അദ്ദേഹം അത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് തന്നെ 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ ഒരു 10 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഈ സഹോദരൻ എന്ന് പേരിൽപ്പെട്ട ഒരുവൻ അത്യാഗ്രഹിയോ മദ്യപനോ ദുർനടപ്പുകാരനോ വാവിഷ്ഠാണക്കാരനോ ആണെങ്കിൽ അവനുമായി സംസർഗമരുത്, അവനോടുകൂടെ ഭക്ഷണം കഴിക്കുക പോലും ചെയ്യരുതെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് പൗലോസ് പറയുന്ന വാക്കുകൾ, ഇങ്ങനെ ഉള്ള ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത് ലോകത്തിലുള്ളവരെ കുറിച്ചല്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾ ലോകം വിട്ടുപോകേണ്ടതായിട്ട് വരും. പക്ഷെ സഹോദരൻ എന്ന് പേർപ്പെട്ട ഒരുവൻ ഇങ്ങനെയാണെങ്കിൽ എന്നാണ്. അപ്പം ഇത് ചില സമയങ്ങളിൽ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. ഞാൻ അതിനകത്തൊരു വ്യക്തത വരുത്താനായിട്ട് ശ്രമിക്കുകയാണ്. എന്താണ് ഇവിടെ പ്രശ്നം? സത്യത്തിൽ ഇങ്ങനെ തെറ്റിപ്പോയ ഒരാളെ സ്നേഹത്തോടെ മടക്കിക്കൊണ്ടുവരുത്തേണ്ടതല്ലേ എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ ചിലർ ബോധപൂർവം അറിഞ്ഞുകൊണ്ട് പാപത്തിൽ തുടരുന്നവരുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ളവരുമായി സംസർഗം പാടില്ല എന്ന് പറയുന്നത്? ഞാനത് നിങ്ങളോട് മനസ്സിലാക്കി തരാം. നമ്മൾ ഈ ആത്മീക കാര്യങ്ങളും ആത്മീക വിഷയങ്ങളും ഇങ്ങനെയുള്ള ആളുകളുമായി സംസാരിക്കുമ്പോൾ അവർ അതിനെ നിഷേധിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. എന്ന് പറഞ്ഞാൽ ആത്മീക കാര്യങ്ങളെ വില കുറച്ചവർ കാണുകയാണ്. അത് സത്യത്തിൽ ദൈവത്തിന് വളരെ വേദനയുള്ള ഒരു കാര്യമാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരിക്കലും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കത്തില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. എന്ന് പറഞ്ഞാൽ ചിലർ കൂട്ടം കൂടി നിൽക്കുമ്പോൾ അവർ സംസാരിക്കുന്ന ആ സംസാര രീതികൾ പോകുമ്പോൾ തന്നെ നമ്മുടെ അകത്ത് ഭയങ്കര വേദന ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാകും ദൈവത്തിന് ഇതൊന്നും ഇഷ്ടമുള്ള കാര്യമല്ല എന്നുള്ളത്. അപ്പം ഈ ആത്മീക ശുശ്രൂഷകളെയും ആത്മീകമായ അനുഭവങ്ങളെയും ആത്മീക ജീവിതത്തിന്റെ മുന്നേറ്റത്തെയും ഒക്കെ നിസാരമായി കണ്ടുകൊണ്ട് അതിനെ എന്താ പറയുന്നത്, അതിലൊന്നും കാര്യമൊന്നുമില്ല, ഇങ്ങനെയൊന്നും ജീവിക്കണ്ട, ഇതൊക്കെ നമുക്ക് അനുഭവിക്കാൻ ദൈവം തന്നതാണ്, ഇതൊക്കെ ഇല്ലാതെ എന്തൊരു ജീവിതമാണ്, ഈ പറയുന്നത് പോലെയൊക്കെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ, ഈ ബൈബിളിൽ പറയുന്നത് പോലെയൊക്കെ നമുക്ക് പോകാൻ പറ്റുമോ എന്നൊക്കെ പറയുന്ന ആത്മീകതയുടെ പുറംമോടിയിൽ ആയിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇങ്ങനെയുള്ള ആളുകളുമായി ദീർഘകാലം നമ്മൾ സഹകരിച്ച് മുന്നോട്ട് പോയാൽ ഉറപ്പായി ഞാൻ പറയാം നമ്മുടെ ആത്മീകതയിൽ ശോഷണമുണ്ടാകും. നമുക്ക് ആത്മീകമായി മുന്നേറാനായിട്ട് പറ്റില്ല. പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്ന എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ആളുകളുമായി, എന്ന് പറഞ്ഞാൽ അവരുമായി വൈരാഗ്യത്തിലാണെന്നോ ഒന്നുമല്ല, ഞാൻ ആ ബന്ധങ്ങൾ പലതും ഞാൻ ഡിസ്കണക്ട് ചെയ്തു. ഒരു പരിധിക്കപ്പുറത്തേക്ക് ഞാനത് നിലനിർത്താറില്ല. കാരണം എന്നോട് തന്നെ ചിലര് ഇത്രയും പ്രാർത്ഥിക്കുന്നത് എന്തിനാ, ഇത്രയും ദൈവസന്നിധി ഇരിക്കുന്നത് എന്തിനാ, നമ്മളൊരു ആത്മീക ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ അതിനെ അവരത് വാക്കുകൾ കൊണ്ട് അത് വെട്ടിക്കളയും. അപ്പൊ അങ്ങനെയുള്ള ബന്ധങ്ങൾ നമ്മൾ പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. അതിന്റെ അർത്ഥം അവരുമായിട്ട് പിണങ്ങണമെന്നോ മിണ്ടാതിരിക്കണമെന്നോ ഒന്നുമല്ല. പക്ഷെ നമ്മൾ അതിരുകൾ സൂക്ഷിക്കേണ്ടുന്ന ചില മേഖലകളുണ്ട്. ഞാൻ ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. അബ്രഹാമും ലോത്തും സുപരിചിതമാണല്ലോ. ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞപ്പോൾ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ ഈ കാണുന്ന ദേശം മുഴുവനും നോക്കുക, ഇത് ഞാൻ നിനക്ക് തരാനായിട്ട് പോവുകയാണ്. എന്താണ് സത്യത്തിൽ സംഭവിച്ചത്? അബ്രഹാമിന്റെ കണ്ണ് സ്വർഗത്തിലേക്കായിരുന്നു, ലോത്തിന്റെ കണ്ണ് ഭൂമിയിലേക്കായിരുന്നു. അപ്പം ശരിക്കും ദൈവത്തിന് ഈ ഒരു കാര്യം നന്നായിട്ട് അറിയാമായിരുന്നു. ഇവ രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിൽ ജീവിക്കുന്നവരായിരുന്നു. അപ്പം ഇവരുടെ ആത്മീകതകൾ തമ്മിൽ ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകത്തില്ല. ഇത് സംശയമില്ലാത്തൊരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ അപ്പൊ ചിലപ്പോൾ ചിലർ ചിന്തിക്കും കുറവില്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? കുറവല്ല ഞാൻ ഈ പറയുന്നത്, കാഴ്ചപ്പാടുകളുടെ വ്യത്യാസമാണ്. എന്ന് പറഞ്ഞാൽ ചിലര് എന്താ പറയുന്നത്, ഈ ഗൗരവമായ ആത്മീക വിഷയങ്ങളെ അവർ നിസ്സാരമാക്കി കളയും.
അപ്പൊ വിശുദ്ധ ജീവിതം പ്രസംഗിക്കുമ്പോൾ ചിലര് എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഈ പാപത്തെക്കുറിച്ചും ഈ വിശുദ്ധിയെക്കുറിച്ചും സ്ഥിരമായി പ്രസംഗിച്ചാൽ ആൾക്കാർ നിൽക്കത്തില്ല, അല്ലെങ്കിൽ ജനം അത് കേൾക്കാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ ദൈവം എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ഇത് മാത്രമായതുകൊണ്ട്, ഞാൻ പോകുന്നിടത്ത് പരമാവധി ഇത് മാത്രം പ്രസംഗിക്കുന്നത് കൊണ്ട് എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ചിലരുടെ കാഴ്ചപ്പാടുകളിൽ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാനും പറ്റത്തില്ല. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ പല സമയങ്ങളിലും നമ്മൾ തന്നെ അങ്ങ് കോംപ്രമൈസ്ഡ് ആകും. എന്ന് പറഞ്ഞാൽ, ഇനി ഇത് പ്രസംഗിക്കുന്നില്ല, ശൈലി മാറ്റണം, രീതി മാറ്റണം എന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, നമ്മളെ വിളിച്ച വിളിയെ നമ്മൾ തിരിച്ചറിയണം. കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധത്തിന്റെ അകത്ത് തടസ്സമായി നിൽക്കുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ പാടില്ല. ഹിന്ദുക്കളായ അനേക സ്നേഹിതർ എനിക്കുണ്ട്. എന്നെ അവർ പാസ്റ്റർ 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 എന്നാണ് വിളിക്കുന്നത്. ഞാൻ കുവൈറ്റിലായിരുന്നപ്പോൾ തന്നെ എന്താ പറയുന്നത്, അങ്ങനെ എന്നെ സ്നേഹിച്ച് വീടുകളിൽ കൊണ്ടുപോയവരും എൻ്റെ കൂടെ യാത്ര ചെയ്തവരുമുണ്ട്. അവരുമായിട്ടുള്ള വളരെ ഹൃദ്യവും ഊഷ്മളവുമായ ബന്ധം ഇന്നും എനിക്കുണ്ട്. ഞാൻ പ്ലസ് ടുവിനും ഞാൻ ഡിഗ്രിക്കും ഒക്കെ പഠിച്ച സ്ഥലങ്ങളിലുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഞാൻ അംഗമാണ്. എല്ലാത്തിലും സജീവമായിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഒത്തുപോകാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ വരുമ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി വിഡ്രോ ആകും. കാരണം ദൈവത്തിന്റെ വചനം എന്നോട് വേണ്ട എന്ന് പറയുന്ന കാര്യങ്ങളിൽ ഞാൻ ഒഴിവാകും, അല്ലെങ്കിൽ ബുദ്ധിപൂർവ്വം ഞാൻ ആ ഭാഗത്തുനിന്ന് മാറി നിൽക്കും. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് കൃപ നഷ്ടപ്പെട്ടു പോകുന്ന, ആത്മീക ജീവിതം നഷ്ടപ്പെട്ടു പോകുന്ന പല മേഖലകളുണ്ട്. പലരും ഇതിനെ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. മനസ്സിലായോ? സ്നേഹബന്ധങ്ങൾ, സൗഹൃദങ്ങൾ, സ്നേഹബന്ധങ്ങളിലൂടെ കൃപ നഷ്ടപ്പെട്ടു പോയ ഒത്തിരി പേരെ എനിക്കറിയാം. കുടുംബജീവിതത്തിന്റെ അകത്ത് വലിയ പ്രശ്നങ്ങളുണ്ടായി തിരുത്താൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒന്നിച്ചു മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ അവരുടെ കൂട്ടുകാരാണ് ചിലരെ സ്വാധീനിക്കുന്നത്. കൂട്ടുകാർ പറയുന്നത് കേട്ടാണ് ചിലർ ജീവിക്കുന്നത്. അങ്ങനെ ഒരു ജീവിതം എങ്ങനെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റും? പ്രത്യേകിച്ച് ഈ പല വിദേശ രാജ്യങ്ങളിലും, ഞാൻ ആ രാജ്യങ്ങളുടെ പേരുകൾ എടുത്ത് പറയുന്നില്ല, അവിടൊക്കെ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ പോലും ചിലരെ നിയന്ത്രിക്കുന്നത് അവരുടെ കൂട്ടുകാരാണ്. അങ്ങനെ ഒരു കൂട്ടുകാർ പറഞ്ഞത് കേട്ട എങ്ങനെ ഒരു ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാനായിട്ട് പറ്റും? അപ്പം ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, ഈ ഒരു കാര്യത്തെ നമ്മൾ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, സഹോദരൻ എന്ന് പേർപ്പെട്ട ഒരുവൻ അത്യാഗ്രഹിയെങ്കിൽ, വാവിഷ്ഠാണക്കാരനെങ്കിൽ, മദ്യപനെങ്കിൽ നീ അവനോട് സൂക്ഷിച്ചൊഴിയണം. എന്തിനാണ് ഒഴിയുന്നത്? ഒന്ന്, അവൻ ഈ ആത്മീക കാര്യങ്ങളുടെ ഗൗരവം നഷ്ടപ്പെടുത്തുന്നവനാണ്. നമ്മൾ ആ ഒരു വ്യക്തിയുടെ കൂടെ സഹവസിച്ചാൽ, അല്ലെങ്കിൽ കുറെ നാൾ നമ്മൾ ആത്മീക കാര്യങ്ങളിൽ നമ്മൾ ഇടപെട്ടാൽ നമ്മുടെ ആത്മീക ജീവിതവും പോകും എന്ന് പറഞ്ഞാൽ അവരിതിനെ ഗൗരവമില്ലാതാക്കി കളയും. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അതാണ് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ആ ഒരു ശരിയായ അർത്ഥത്തിൽ തന്നെ നിങ്ങൾ എടുക്കണം. എനിക്കറിയാം കുറച്ച് ആൾക്കാർ വളരെ സത്യസന്ധമായി ദൈവത്തിന്റെ വചനം കേൾക്കുന്ന കുറച്ച് ആളുകളുണ്ട്. നിങ്ങളോട് ഞാൻ പറയട്ടെ, ഈ ചിലർ ഈ ആത്മീക കാര്യങ്ങളുടെ ഗൗരവത്തെ അവരില്ലാതാക്കി കളയും. ദൈവവചനത്തിന്റെ ഗൗരവമായ പഠിപ്പിക്കലുകളെ അവർ നിസ്സാരമാക്കി കളയുന്ന ആളുകളുണ്ട്. എന്നാൽ തെറ്റിലും പാപത്തിലും ഒക്കെ ജീവിക്കുമ്പോൾ സത്യസന്ധമായി ഈ പറയുന്നത് കേട്ട് ആത്മീകമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരുമുണ്ട്. അവരെ കൂട്ടിച്ചേർക്കുക, അവരെ ചേർത്ത് പിടിക്കുക. അല്ലാത്തവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇനിയും ഗലാത്യ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, സഹോദരൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയാൽ ആത്മീയനായ നിങ്ങൾ അവനെ മടക്കിക്കൊണ്ടുവരുത്തുക. മനസ്സിലായോ? അല്ലാതെ നമ്മളും അവന്റെ ആ ഒരു നല്ല തെറ്റിലേക്ക് പോവുക എന്നുള്ളതല്ല. പക്ഷെ നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. അടുത്തത്, യോഹന്നാന്റെ 2-ാമത്തെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, ഈ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഈ ഒരു ഉപദേശത്തിൽ വചനത്തിന്റെ അതിരിൽ നിൽക്കാത്ത ഒരുത്തൻ വീട്ടിൽ വന്നാൽ അവനെ വീട്ടിൽ കൈക്കൊള്ളുകയും പോലും ചെയ്യരുതെന്നാണ്. കാരണം അത്തരത്തിലുള്ള പഠിപ്പീരുകൾ നമ്മളുടെ എന്താ പറയുന്നത്, ആത്മീയ ജീവിതത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ വശീകരിച്ചു കൊണ്ട് പോകാനുള്ള സാധ്യതകളാണ്. ദൈവത്തിന് സ്തോത്രം. ആ ഒരു സ്ഥലത്തൊക്കെയും ദൈവം പറയുന്നത് കേട്ട് ദൈവത്തിന്റെ ശബ്ദമനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് കഴിയണം. അടുത്തത്, ഇത്തരത്തിലുള്ള ദുഷ്പ്രവൃത്തികൾക്കൊന്നും നമ്മൾ കൂട്ടാളികളാകരുത്. സങ്കീർത്തനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. 26-ാം സങ്കീർത്തനം. ദാവീദ് ദൈവത്തോട് പറയുകയാണ്, ഞാൻ നിഷ്കളങ്കതയിൽ നടക്കുന്നു. ഞാൻ സങ്കീർത്തനത്തിൽ നിന്നൊന്നും പറഞ്ഞില്ല, എങ്കിലും ചില മിനിറ്റുകൾക്കുള്ളിൽ
ചില കാര്യങ്ങൾ കൂടെ അതിൽ നിന്ന് പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ലല്ലോ. ഞാൻ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു. 99 വയസ്സുള്ള അബ്രഹാമിനോട് യഹോവയാം ദൈവം പറഞ്ഞു, നീ എൻ്റെ മുമ്പാകെ നിഷ്കളങ്കനായിരിക്കുക. നിഷ്കളങ്കതയിൽ ദൈവം ഒരു പ്രായമാർക്കും വെച്ചിട്ടില്ല. ഏത് പ്രായക്കാരോടും ദൈവം പറയുന്നത് നിഷ്കളങ്കമായി നടക്കുക എന്നുള്ളതാണ്. അപ്പം ശ്രദ്ധിച്ചു കേൾക്കണം. നിഷ്കളങ്കതയിൽ നടക്കുന്നു. ഈ സങ്കീർത്തനത്തിലെ ഏറ്റവും ഒടുവിലത്തെ ഭാഗത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 11-ാമത്തെ വാക്യം, ഞാനോ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കും, ഞാൻ ഇളകാതെ യഹോവയിൽ ആശ്രയിക്കും. എന്നിട്ടാ പറയുന്നത്, എന്നെ ഒന്ന് ശോധന ചെയ്യ്, എന്നെ ഒന്ന് പരീക്ഷിക്ക്, ദൈവമേ എന്നെ ഒന്ന് പരിശോധിക്ക്. വ്യർത്ഥന്മാരോടുകൂടെ ഞാൻ ഇരുന്നിട്ടില്ല, കപടക്കാരുടെ അടുക്കൽ ഞാൻ ചെന്നിട്ടില്ല, ദുഷ്പ്രവർത്തിക്കാരുടെ സംഘത്തെ ഞാൻ പകയ്ക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 58-ാം അധ്യായത്തിൽ എഴുതുകയാണ്, വ്യർത്ഥ സംസാരത്തിൽ സമയം പോക്കരുത്. ഞാൻ പറയട്ടെ, നമ്മുടെ വ്യർത്ഥമായ പല സംസാരങ്ങളും നമ്മുടെ കൃപ നഷ്ടപ്പെടുത്തി കളയും. നമ്മുടെ നാവ് ദൈവിക അധികാരം വ്യാപരിക്കുന്ന നാവാണ്. ദൈവത്തിന്റെ വചനം നമ്മുടെ നാവിൽ ഏറ്റെടുത്ത് ആ ഒരു വിശുദ്ധിയിൽ നമ്മൾ നിന്നാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നിടത്ത് ദൈവമഹത്വം വെളിപ്പെടും. അതുകൊണ്ട് പൊട്ടച്ചൊല്ലുകളും കളിവാക്കുകളും ഒരു പരിധി വിട്ടിട്ടുള്ള എന്താ പറയുന്നത്, ഈ അസഭ്യമായ അർത്ഥങ്ങൾ അല്ലെങ്കിൽ അശ്ലീലത ഒളിപ്പിച്ച അശ്ലീല ചുവയുള്ള വാക്കുകളും നമ്മുടെ കൃപ നഷ്ടപ്പെടുത്തും. അങ്ങനെയുള്ളിടത്ത് പോയി അത് കേട്ട് ചിരിച്ച് ആനന്ദിക്കരുത്. ഞാൻ പറയാം, ഒരിക്കലും അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടത്തില്ല. വളരെ സ്നേഹത്തോടെ ഞാൻ പറയാം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് നാളുകൾക്ക് മുമ്പ് വെളിപ്പെടുത്തി തന്നൊരു കാര്യമാണ്. ആത്മീയരെന്ന് പറയുന്നവർ പോലും ചിലര് ഈ ഒരു കാര്യത്തെ നിസ്സാരമായിട്ടെടുക്കും. അവരതിൽ ആനന്ദം കണ്ടെത്തും. ഡബിൾ മീനിങ് വെച്ച് അല്ലെങ്കിൽ വാക്കുകളുടെ പിന്നിൽ അശ്ലീലം ഒളിപ്പിച്ചുള്ള തമാശകൾ പറയുന്നവരെ കണ്ടിട്ടുണ്ട്. അത് കേട്ടിട്ട് ചിലർ ആസ്വാദകരായി നിന്ന് ചുറ്റും നിന്ന് കൈകൊട്ടിച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, നമ്മളൊന്നും പറഞ്ഞില്ലെങ്കിലും നമ്മൾ അതിൽ ആസ്വദിക്കുമ്പോൾ ആ ദുഷ്പ്രവർത്തികൾക്ക്, ആ പാപപ്രവർത്തികൾക്ക് നമ്മൾ പങ്കാളികളായി തീരുകയാണ്. പരിശുദ്ധാത്മാവ് ഈ ഒരു കാര്യത്തെ വെറുക്കുകയാണ്. കാരണം എന്റെയും നിങ്ങളുടെയും നാവിലൂടെ ദൈവത്തിന് മഹത്വം വരുന്ന കാര്യങ്ങൾ മാത്രമേ വരാവൂ. മനസ്സിലായോ? വെറുതെ പ്രാപിച്ചത് കൊണ്ടുവന്ന് കളയരുത്. 40 ദിവസം പർവ്വതത്തിന്റെ മുകളിൽ പ്രാപിച്ചത് ഇറങ്ങി വന്നപ്പോൾ ഉടച്ചു കളയേണ്ടുന്ന സാഹചര്യമാണ് മോശയുടെ മുമ്പിൽ ഉണ്ടായത്. ആ ഒരു കോപം കൊണ്ട് എറിഞ്ഞുടച്ചു കളഞ്ഞപ്പോൾ തനിക്ക് നഷ്ടപ്പെട്ടത് 40 ദിവസത്തോളമുള്ള തന്റെ അധ്വാനമാണ്, അല്ലെ ദൈവസന്നിധിയിൽ നിന്ന് കിട്ടിയ വിലയേറിയ അമൂല്യമായ ദൈവിക പ്രമാണങ്ങൾ ആണ്. അതാണ് അദ്ദേഹം എറിഞ്ഞുടച്ചു കളഞ്ഞത്. അപ്പം നമ്മൾ പലപ്പോഴും അറിയുന്നില്ല എവിടെയാണ് നമ്മുടെ കൃപ നഷ്ടപ്പെട്ടു പോകുന്നത് എന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ നമുക്ക് മുൻപോട്ട് പോകാം. വ്യർത്ഥന്മാരുടെ അടുക്കൽ ഞാൻ ഇരുന്നിട്ടില്ല, കപടക്കാരുടെ അടുക്കൽ ഞാൻ ചെന്നിട്ടുമില്ല. ഞാൻ എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകുകയാണ്. ഞാൻ നിന്റെ യാഗപീഠത്തെ ഞാൻ ബലം വെക്കുകയാണ്. ദൈവമേ, ആമേൻ, നിന്റെ വാസസ്ഥലവും നിന്റെ മഹത്വത്തിന്റെ നിവാസവും എനിക്ക് പ്രസാദകരമാകുന്നു. ഞാനോ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, വളരെ സ്നേഹത്തോടെ ഈ ഒരു ആത്മീക ശുശ്രൂഷയുടെ ഏറ്റവും ഒടുവിലത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ ഞാൻ പറയാം, ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന ബന്ധങ്ങൾ, വ്യക്തികൾ പിണങ്ങണമെന്നല്ല ഞാൻ പറഞ്ഞത്, സ്നേഹം വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അതിനൊക്കെ ഇടേണ്ടുന്ന ഒരു അതിരുണ്ട്. അത് നമ്മുടെ ആത്മീക ജീവിതത്തെ സ്വാധീനിക്കരുത്. അവർ പറയുന്നത് കേട്ട് നടക്കാനുള്ളവരല്ല നമ്മൾ. ഹല്ലേലൂയ. ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും ആമേൻ. അടുത്ത സന്ദേശവുമായിട്ട് നമുക്ക് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലസ് യു.